നമുക്കിത് ഫ്രൈഡ് റൈസ് ആക്കാണ്. ഇങ്ങനെ നമ്മൾ ഫ്രൈഡ് റൈസ് ആയിട്ടുണ്ട് കേസ്. ചിക്കനോ അമ്മക്കൊരു ഉമ്മ തരുമോ? കുറച്ച് സമയം കിടക്കട്ടെ കായ്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയും ഒരു നോർമൽ ഡേയിലെടുക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. അപ്പം ഞാനിന്ന് പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു രാവിലെ തന്നെ വീഡിയോ എടുക്കണമെന്നൊന്നും. അപ്പം പിന്നെ ചോദിച്ചു പെട്ടെന്ന് നമുക്കിന്ന് ഫ്രൈഡ് റൈസ് ആക്കാമെന്ന്. അപ്പോൾ ചോദിച്ചെന്നാൽ പിന്നെ വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെയാണ് ചടിക്കൊരു വീഡിയോ എടുക്കാൻ നിന്നത്. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കുറച്ച് എനിക്കിന്ന് പറ്റുന്ന പോലെ എടുക്കാം. കാരണം ഞാനൊരു ട്രാക്കിലായി വന്നില്ല വീഡിയോ എടുത്തിട്ട്. അപ്പോൾ അതാകുന്ന വരെ ഇങ്ങനെ കുറച്ച് വീഡിയോ നമുക്ക് ഇട്ട് പോവാം. അതിനുശേഷം അടിപൊളിയായിട്ടിടാം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് കൂട്ടാണ്ട് വർക്കുള്ളൊരു ദിവസമാണ്. ഉച്ചക്ക് 1:30 ആകുമ്പോഴത്തേനും വർക്കിന് പോകണം. അപ്പോൾ അതിന് മുന്നേ എല്ലാ കാര്യങ്ങളും വേഗം ചെയ്യണം. അതുകൊണ്ട് ഞാൻ മാക്സിമം ഓഡിയോ ഇട്ടിട്ടായിരിക്കും ബാക്കി വീഡിയോസെല്ലാം കാണിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യത്തെ പ്ലാനിങ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനെല്ലാം ആക്കാനായിരുന്നു. പക്ഷേ രണ്ടും കൂടി ഒരുമിച്ച് നടക്കുന്ന പരിപാടിയല്ല, കുറച്ച് പണിയുണ്ട്. പിന്നെ ആദൂനെയും ഇടയ്ക്ക് നോക്കേണ്ടതുകൊണ്ട് കുറച്ച് ഒരു ടാസ്ക്കാണ്. അതുകൊണ്ട് ഞാൻ വെച്ചു ചിക്കൻ ഫ്രൈഡ് റൈസ് ആക്കാണ്. അപ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ലല്ലോ. അങ്ങനെ അപ്പോൾ പരിപാടിയെല്ലാം ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ബാക്കിയെല്ലാം വീഡിയോ ആയിട്ട് വോയിസ് ഓവറിട്ട് കാണിക്കും. സാധനങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കേണ്ട കാര്യം ഓർത്തത്. അതുകൊണ്ട് തന്നെ ഫ്രീസറിൽ നിന്ന് ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചക്കറികളൊക്കെ നേരത്തെ തന്നെ ഉപ്പും മഞ്ഞളിട്ട വെള്ളത്തിൽ ഇളം ചൂടുവെള്ളത്തിൽ പുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നല്ലതാണല്ലോ അങ്ങനെ വെക്കുന്നത്. പിന്നെ അതുകൊണ്ടായതിനു ശേഷം ഞാൻ അധികം പച്ചക്കറിയൊക്കെ അങ്ങനെ തന്നെ ആക്കാറ്. അവന് വേണ്ടതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും മാക്സിമം ഉപ്പിട്ട വെള്ളത്തിലിട്ട് വെക്കാറുണ്ട്. അപ്പം അങ്ങനെ ആദ്യം തന്നെ ഞാൻ ബീൻസാണ് അരിഞ്ഞു വെച്ചത്. ഞാൻ ഇന്ന് ഫ്രൈഡ് റൈസിന് എടുക്കുന്നത് ബീൻസും ക്യാരറ്റും ക്യാപ്സിക്കവും കോളിഫ്ലവറും പിന്നെ ചിക്കനും മുട്ടയാണ്. ഞാൻ അല്ലെങ്കിൽ സോയാബീനും അതുപോലെ ഓണിയൻ്റെ ഉള്ളിത്തണ്ടുണ്ടെങ്കിൽ അതും പിന്നെ ക്യാബേജൊക്കെ ആഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇവിടെ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ അരിഞ്ഞു വെക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം തന്നെ കോളിഫ്ലവർ ഉപ്പും മഞ്ഞളോട്ട് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ചെറുതായിട്ട് അടർത്തിയിട്ടിട്ട് ഒന്നുകൂടെ വെള്ളത്തിൽ കഴുകിയിട്ട് ആവിക്കിട്ട് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അതും അതിന് ശേഷം ഞാനിപ്പോൾ എല്ലാ വെജിറ്റബിൾസും നമുക്ക് കഴിക്കാനാണെങ്കിലും അവന് കഴിക്കാനുള്ളതാണെങ്കിലും ആവിക്കിട്ട് വേവിച്ചിട്ട് എടുക്കാറ്. അത് അതിൻ്റെ സത്തൊന്നും പോവില്ല. അല്ലാണ്ട് വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്തെടുക്കാറില്ല. അപ്പോൾ അത് ആവിക്കിട്ട് വെച്ച സമയത്ത് ഞാൻ ക്യാരറ്റ് അരിഞ്ഞു വെക്കുന്നുണ്ട്. ക്യാരറ്റ് അതും ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ ഒന്നാണ് ക്യാരറ്റും അതുപോലെ തന്നെ കോട്ടപ്പയറും. അപ്പോൾ ഇത് രണ്ടും എങ്ങനെ കൊടുത്താലും അവൻ കഴിച്ചോളും. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ബോയിൽ ചെയ്തിട്ടും കൂടെ കൊടുക്കുക. കാരണം ഫ്രൈഡ് റൈസിൽ ഇടുമ്പോൾ നമുക്ക് അങ്ങനെ ഫൈനായിട്ട് വെന്ത് കിട്ടൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അവനല്ലാണ്ട് വേവിച്ച് കൊടുക്കാൻ. പിന്നെയുള്ളത് ക്യാപ്സിക്കാണ്. ക്യാപ്സിക്കം ഈയിടെയായിട്ട് നമുക്കിവിടെ മാർക്കറ്റിൽ നിന്ന് കുറേ ബൾക്കായിട്ട് വാങ്ങാൻ കിട്ടും. അപ്പം അതുകൊണ്ട് കുറേ വാങ്ങാറുണ്ട്. ഇത് വറുത്ത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം ഇടുന്നുണ്ട്. പിന്നെ പച്ചക്കറി നല്ലോണം ഇടുന്നുണ്ട്. കാരണം റൈസിനെക്കാളും കൂടുതലുണ്ടാവും. ഇങ്ങനെയൊക്കെയല്ലേ പച്ചക്കറി കഴിക്കുള്ളൂ എന്നുള്ളത് കൊണ്ട്. പിന്നെ നല്ല ടേസ്റ്റാണല്ലോ ഫ്രൈഡ് റൈസിൽ ഇങ്ങനെ പച്ചക്കറി കഴിക്കുമ്പം. പിന്നെ ഞാൻ ചിക്കൻ കുറച്ച് എടുത്ത് വെക്കുക. ബോൺലെസ് പീസ് മാത്രം എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ തന്നെ തിരിച്ച് വെക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇത്രയും വേണ്ട. പിന്നെ ഒരുപാട് ഐറ്റംസ് ഇടുന്ന സാധനത്തിൽ അത്രയല്ലേ ചിക്കൻ വേണ്ടു. മെയിനായിട്ട് ഞാൻ ചിക്കൻ ഇത്രയെങ്കിലും ക്വാണ്ടിറ്റിയിൽ എടുക്കാൻ കാരണം ആദൂന് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ. അവനെല്ലാം ചിക്കനാണ്. ഫിഷ് കണ്ടാലും എന്ത് കണ്ടാലും ചിക്കനാണ് അവന് പറയാം. അത്രയ്ക്കും ഇഷ്ടമാണ് ചിക്കൻ. വെറുതെ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് മാത്രം വേവിച്ചിട്ട് ഇടുന്നതാണല്ലോ. അപ്പോൾ ആദൂസിന് കുറച്ച് അധികം ആക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇത്ര ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ രണ്ടാൾക്ക് ഇത്ര ക്വാണ്ടിറ്റി ഒന്നും വേണ്ട, കുറച്ച് എടുത്താലും മതി. അപ്പോൾ അങ്ങനെ ഞാൻ ബോൺലെസ് പീസൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ബോയിൽ ചെയ്ത കോളിഫ്ലവറും കൂടി എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോഴത്തേനും അത്യാവശ്യം ബോയിലായിട്ട് പെട്ടെന്നായി കിട്ടുമല്ലോ, വെന്ത് കിട്ടും ആവിക്കാവുമ്പം. അപ്പം അങ്ങനെ പച്ചക്കറികളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം ഉപ്പും കുരുമുളക് കൂട്ടിയിട്ട്. ആദ്യം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വളരെ കുറച്ച് എണ്ണയെ ഒഴിക്കുന്നുള്ളൂ. കാരണം ആദൂസിന് ഈ ഫ്രൈഡ് റൈസ് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ഭയങ്കര കുറവാണ്. ഇപ്പം നിങ്ങളതിൽ ബട്ടർ അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ ആക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇവിടെ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിടുന്നത്. മിക്കവാറും ഞാൻ ബട്ടറിലാണ് ആക്കാറ്. അപ്പോൾ അങ്ങനെ ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ചിക്കനിൽ തന്നെ വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു ഗ്ലാസ്സിലിട്ടിട്ട് സാധനത്തോണ്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ വെന്തോളും. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് സമയം അടച്ചു വെച്ചപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ചിക്കൻ വെന്തതെടുത്ത് മാറ്റിയിട്ട് അതേ പാനിൽ തന്നെ എണ്ണ ഉണ്ടാവുമല്ലോ, ചിക്കൻ്റെ എണ്ണയും അല്ലാണ്ട് എണ്ണയും, അതിനകത്ത് തന്നെ ഇട്ടിട്ട് ഒരു മുട്ട ചിക്കി എടുത്തിട്ടുണ്ട്. അതും ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഫ്രൈഡ് റൈസിൻ്റെ പരിപാടികൾ പകുതി ആടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ റൈസ് ആക്കണം. റൈസ് കൂട്ടാറിനെ കൊണ്ടാക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ
ആറിയിട്ട് എടുക്കാൻ പോകും. ആറിയിട്ടത് എടുക്കാൻ പോകും. നല്ല വെയിൽ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ലേറ്റായി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പം വയ്യ, ക്ഷീണം. അയ്യോ പട്ടാരം വെയിൽ കണ്ടോ, പൊള്ളുന്ന വെയിലാണ്. നമ്മളെ ടെറസിൽ പുതിയ CCTV വെച്ചു. ഇവിടെ ഞാൻ കാണിച്ചു തരാം. കണ്ട നോക്കിയിരിക്കുന്ന കണ്ട. ഇതെല്ലാം എടുത്തിട്ട് താഴേക്ക് പോകണം. ഇപ്പം നല്ല ചൂടായതുകൊണ്ട് പകൽ സമയം ഡ്രസ്സെല്ലാം വിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കാര്യം നോക്കണ്ട, അത് പോയി. അതിന് നശിച്ച് നാറാണക്കലെടുത്തു. അത് പിന്നെ കളറൊക്കെ പോയി മനസ്സിനാവും. അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റിൽ ഡ്രസ്സ് വിരിച്ചിടും. അപ്പോൾ വെള്ളമെല്ലാം ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലത്തെ ചെറിയ വെയിൽ കൊണ്ടിട്ട് അങ്ങ് ഉണങ്ങിക്കോളും. അപ്പോൾ പിന്നെ വലിയ പ്രശ്നം വരും. അപ്പോൾ ഒന്നാമത് ഇവിടുത്തെ വെള്ളം ഭയങ്കര സീനാണ്. ഇവിടുത്തെ വെള്ളം ഭയങ്കര കട്ടിയുള്ള വെള്ളം, പിന്നെ കുഴൽ കിണറിലെ വെള്ളമായതുകൊണ്ട് പെട്ടെന്ന് ഡ്രസ്സെല്ലാം നരച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സ് നൈറ്റ് വിരിച്ചിടലേ നടക്കുകയുള്ളൂ. അപ്പം ഞാൻ ഇത് വേഗം എടുത്ത് താഴെപ്പോട്ടെ. നല്ല വെയിലാണ്, വെയിൽ കൊള്ളാൻ കഴിയില്ല. ഇപ്പോൾ കുഴപ്പമില്ല, 11 മണീൻ്റെ വെയിലാണ്. ഡി കിട്ടട്ടെ കുറച്ച്. രാവിലെ 11 മണി ആകുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കിന് ഇവിടെ നല്ല ഉച്ചയായ പോലെ വെയിലാണ്. കണ്ണ് തുറന്ന് നോക്കാൻ വരെ പറ്റില്ല. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. നല്ല ചൂടുമായിട്ടുണ്ട്. പിന്നെ നാട്ടിലും നല്ല ചൂടാന്ന് പറയുന്നതുകൊണ്ട് നമുക്കൊരാശ്വാസം. ഇവിടെ മാത്രമല്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ വേഗം തന്നെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് താഴേക്ക് പോകണം. കാരണം കുറച്ച് വെയിലുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അധികം കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തലവേദനയായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുക്കുന്നുണ്ട്. പിന്നെ ചിലതൊന്നും നല്ലോണം ആറിയിട്ടില്ല, കാരണം രാത്രി ഇട്ടതാണല്ലോ. അപ്പോൾ ഈ കട്ടിയുള്ളതൊക്കെ ആറാത്തത് അവിടെ തന്നെ ഇട്ടിട്ട് ബാക്കിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഡ്രസ്സെല്ലാം എടുത്ത് തിരിച്ചു പോവുകയാണ്. കൂട്ടുകാരനെ കൊണ്ട് ആദ്യം റൈസ് വെക്കാന്നുള്ള രീതിയിലായിരുന്നു ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് താഴെ വന്നപ്പോൾ അതിവിദഗ്ധമായി കൂട്ടുകാരൻ അതിൻ്റെ അന്ന് മുങ്ങിയിട്ടുണ്ട്. എന്നോട് പറഞ്ഞു ക്രെഡിറ്റ് മൊത്തം എനിക്ക് കിട്ടും പിന്നെ ഫ്രൈഡ് റൈസിന്, അത് വേണ്ട നീ തന്നെ ആക്കിക്കോന്ന്. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ വേറെ പണി കൂട്ടുകാരന് കൊടുത്തു. ഞാൻ റൈസ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ആ അരിയൊക്കെ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. ആ കഴുകിയ അരിൻ്റെ ഡബിൾ ആയിട്ടുള്ള, അത് 2 ഗ്ലാസ് അരിയാണെങ്കിൽ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് എണ്ണ ഉറ്റിച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ശരിക്കും ഫ്രൈഡ് റൈസിൽ എണ്ണ ഒഴിക്കില്ല, പക്ഷേ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ നല്ലത്. പിന്നെ ഞാൻ കുറച്ച് നാരങ്ങാ നീരോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കില്ല, അരി ഇങ്ങനെ വിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ അത് ഞാൻ കുക്കറിലിട്ട് വിസിൽ എടുത്തിട്ടാണ് ഞാൻ അടച്ചു വെക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കാമല്ലോ. പിന്നെ വിശന്നപ്പോൾ കൂട്ടാൻ നിന്ന് കടയിൽ പോയിട്ട് വരുമ്പം നബാട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കഴിച്ചു. പിന്നെ വിചാരിച്ചു നല്ല ചൂടായതുകൊണ്ട് ഒരു ലൈമാക്കി കഴിക്കാമെന്ന്. അപ്പോൾ കൂട്ടാണ് പറഞ്ഞാൽ എനിക്ക് ഉപ്പ് മതിയെന്ന്, ഞാൻ പറഞ്ഞു എനിക്ക് മധുരം മതിയെന്ന്. അപ്പോൾ രണ്ടെണ്ണം സെപ്പറേറ്റ് ആയിട്ട് ആക്കണം. അപ്പോൾ ഒരു നാരങ്ങ 2 കഷ്ണമായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ എനിക്കുള്ളത് ആദ്യം ആക്കി വെച്ചു. കാരണം പഞ്ചസാര അലിയാൻ ഇച്ചിരി ടൈം എടുക്കുമല്ലോ, അതുകൊണ്ട് അതാക്കി. അതിന് ശേഷമാണ് കൂട്ടാറിനുള്ള ഉപ്പിട്ടതും കൂടെ ആക്കി വെച്ചു. പണ്ടൊക്കെ എനിക്ക് ഉപ്പിട്ടതായിരുന്നു ഇഷ്ടം, ഇപ്പം മധുരം ഇട്ടതാണ്. ഡെലിവറി ഒക്കെ കഴിഞ്ഞ ശേഷം മധുരത്തിനോട് ഭയങ്കര താല്പര്യമാണ്, അതുകൊണ്ടാണെന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ ആ ഒരു ലൈം കുടിച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ആശ്വാസമായിരുന്നു. അപ്പോൾ ആ ടൈം ആകുമ്പോഴത്തേക്കും ഞാൻ ചോറിൻ്റെ അവസ്ഥ എന്തായെന്നൊന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വെള്ളം വറ്റിയിട്ടില്ല, അത്യാവശ്യം വെള്ളമുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി തുറന്ന് നോക്കിയപ്പോൾ ഇതാ ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു സ്പൂൺ എടുത്തിട്ട് നോക്കുമ്പോൾ അടിയിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് പാകമാണ്. അങ്ങനെ അടിയിൽ ഒരു തുള്ളി വെള്ളമുള്ള സമയത്ത് നമ്മൾ അങ്ങനെ തന്നെ കുക്കർ അടച്ചിട്ട് വിസിലിട്ടിട്ട് അടച്ച് വെക്കുക. ഫ്ലെയിം ഓഫാക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് വെക്കുമ്പോഴത്തേനും കറക്റ്റ് വേവായിരിക്കും. അതാണ് എൻ്റെ പാകം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി റൈസ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അങ്ങനെ അധികം ഒട്ടിപ്പിടിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിനുശേഷം ഇനിയിപ്പോൾ നമ്മൾ ഈ റൈസിനെ ഫ്രൈഡ് റൈസ് ആക്കി മാറ്റണമല്ലോ. അപ്പോൾ നേരത്തെ അരിഞ്ഞു വെച്ച കഷ്ണങ്ങളുടെ ഒപ്പം ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും സാധനങ്ങളൊക്കെ എടുത്തു. അപ്പോൾ നേരത്തെ മുട്ട ചിക്കിയ പാനിൽ തന്നെ ഞാൻ ഒരു തുള്ളിയും കൂടി എണ്ണ ഊറ്റിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരു ഇട്ടിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ, അതൊന്നും ഫ്രൈ ആവാൻ മാത്രം. അതിനകത്തേക്ക് ആദ്യം ഇട്ട് കൊടുത്തത് ഗാർലിക്കാണ്, അതായത് വെളുത്തുള്ളി, അതാണ്. അപ്പോൾ അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇടണം. കാരണം അധികം കഷ്ണങ്ങളൊന്നും വെന്ത് വരണ്ടല്ലോ. അപ്പോൾ വേവ് കൂടുതലുള്ള ആദ്യം ബീൻസും അതുപോലെ തന്നെ ക്യാരറ്റും ഇട്ടൊന്ന് ഒരു 2 മിനിറ്റ് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ള അതായത് ക്യാപ്സിക്കവും പിന്നെ ബോയിൽ ചെയ്ത് വെച്ച് എന്താണോ, അതായത് കോളിഫ്ലവറും പിന്നെ സോയാബീനൊക്കെ ഉണ്ടെങ്കിൽ അത് രണ്ടും ബോയിൽ ചെയ്ത് വെക്കുമല്ലോ ആദ്യം. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. അത് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അതിട്ടിട്ട് ഒന്നും കൂടി ഇളക്കി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക, ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള മാത്രം. കാരണം ഫ്രൈഡ് റൈസിൽ വേറെ ഉപ്പുണ്ട്, പിന്നെ സോയാ സോസ് ഒഴിക്കുന്നതുകൊണ്ട് ഉപ്പ് എന്തായാലും ഉണ്ടാവും. അതിനാവശ്യമുള്ള മാത്രം ഉപ്പ് മതി. കാരണം മുട്ടയിലും ചിക്കനിലും നമ്മൾ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ മുട്ടയും ചിക്കനും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കുക. അതിന് ശേഷം കുറച്ച് സോയാ സോസും പിന്നെ ചില്ലി സോസാണ് ഒഴിക്കേണ്ടത്. ഇവിടെ ചില്ലി സോസ് ഇല്ലാത്തത് കൊണ്ട്
ഞാൻ കുറച്ച് ടൊമാറ്റോ സോസാണ് ഒഴിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ റൈസ് ആക്കിയതും അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊരു കുക്കറി ഷോ പോലെ ആയിട്ടുണ്ടാവും, എന്നാലും കുഴപ്പമില്ല. എൻ്റെ ഒരു റെസിപ്പിയാണിത്. പിന്നെ ഞാനൊരു കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കും. അത് എൻ്റേതായ രീതിയിൽ ഇട്ട് കൊടുക്കുന്നത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതാ സെറ്റായിട്ടുണ്ട്. എന്നിട്ട് ഞാൻ രണ്ടാക്കും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു കുഞ്ഞു ബൗളിൽ കുറേ ചിക്കൻ പീസും എടുത്തിട്ടിട്ട് ആദോസിനും കൂടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവൻ ഉറങ്ങുന്നതായതുകൊണ്ട് അവന് വേറെ തന്നെ എടുത്ത് വെച്ചു. അപ്പോൾ ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാനിരുന്നു. കുട്ടായിട്ടിന് 1:30 ആകുമ്പോഴത്തേനും പോകേണ്ടതുകൊണ്ട് 1 മണിയാകുമ്പോൾ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ ഫുഡ് കഴിക്കും. അവൻ ഉറങ്ങുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഈ ടൈം തന്നെ ഫുഡ് കഴിക്കാറുണ്ട്. അപ്പം ടൊമാറ്റോ സോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്, ചില്ലി സോസും കൂടെ വേണമായിരുന്നു. പക്ഷേ ഞാൻ സാധാരണ ആക്കുന്നതിലും എന്താണെന്നല്ല, വീഡിയോ എടുത്തുകൊണ്ടാണെന്നല്ല വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിരുന്നു. അല്ലെങ്കിൽ ഒന്നിക്ക് റൈസിൻ്റെ ഇഷ്യൂയോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് കുറഞ്ഞു പോയി എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടാവും. പക്ഷേ ഇപ്രാവശ്യം കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് കൂട്ടുകാരനും പറഞ്ഞു. അപ്പോൾ അതാ നമ്മൾ കഴിക്കാൻ നോക്കുന്നതാണ്. കഴിച്ചു നോക്കിയപ്പോഴും എനിക്ക് ഫസ്റ്റ് ഇമ്പ്രഷൻ ആണല്ലോ, ചില സമയം ഞാൻ കഴിച്ചു നോക്കുമ്പം കുഴപ്പമില്ല, അങ്ങനെ പക്ഷേ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്, അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ എൻ്റെ മേജർ പണികളൊക്കെ ഇത് അവസാനിക്കാൻ പോവാണ്. ഫുഡും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല ഫ്രീ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുട്ടാട്ടിന് ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണം, അതേ ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പരിപാടി ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് കുട്ടാട്ടിന് ഓഫീസിൽ പോകാൻ റെഡിയായി. അവിടെ നിന്ന് ഷൂ ഇടുന്നതാണ്, ആ ഒരു ചെയറിലിരുന്നിട്ടാണ് ഷൂ എപ്പോഴും ഇടാറുള്ളത്. ക്ലിയർ വർത്തണം. വാച്ചെടുത്തിട്ടില്ല. ശരി, അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഫുഡ് കഴിച്ചു. കുട്ടാട്ടിന് ഓഫീസിലേക്ക് പോയി. അത് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ടൈമാണ് എനിക്ക് കുറച്ച് സമയം കിട്ടുക. കാരണം എഡിറ്റ് ചെയ്യാനും അല്ലാണ്ട് ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യാനും മേജറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു. ഡ്രസ്സ് വാഷ് ചെയ്യുന്ന നമ്മൾ 2 ദിവസം കൂടും. പിന്നെ ആ ദിവസം മാത്രമേ ഡെയിലി വാഷ് ചെയ്യുള്ളൂ. അപ്പോൾ പിന്നെ ഇന്നലെ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഡ്രസ്സ് മടക്കി വെക്കാനുണ്ട്, വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. ഇതാ 2 മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വെക്കുന്ന വീഡിയോ വേഗം എഡിറ്റ് ചെയ്യാൻ. ഡ്രസ്സ് മടക്കി വെക്കാനുള്ള അവനിപ്പം എഴുന്നേറ്റാലും വലിയ കുഴപ്പമില്ല, പക്ഷെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വിടൂല, അങ്ങനെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് വേഗം വീഡിയോ എഡിറ്റ് ചെയ്തിന്ന് പോസ്റ്റ് ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് കാണാം. ഞാൻ ഫോണിലാണ് വീഡിയോസെല്ലാം എഡിറ്റ് ചെയ്യാറുള്ളത്. പക്ഷേ യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ കുറച്ച് പരിപാടികളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ കുറച്ച് ലാപ്ടോപ്പിൽ സ്പേസ് ആക്കി വെക്കുന്നുണ്ട്, കുറച്ച് ഫോട്ടോസ് ഡിലീറ്റ് ആക്കാനുണ്ട്. അങ്ങനെയാണ് ലാപ്ടോപ്പിൽ പണിയെടുക്കുന്നത്. അതിനുശേഷമായിരുന്നു ഞാൻ എഡിറ്റ് ചെയ്യാനിരുന്നത്. അങ്ങനെ ആദ്യക്കുട്ടൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാണും ഒരാൾ ബാക്കിൽ വന്നിട്ട് വിളിക്കുന്നേ. ഞാൻ ഇതാരാ അവിടെ മൊട്ട വിളിക്കുന്നു, മൊട്ട. പോയിട്ട് ഫുഡ് കൊടുക്കട്ടെ. ഇതെന്നാ എന്നാ അത് ചിക്കനാണോ? യമ്മിയാണോ? എന്നാ ചിക്കനോ? ആണോ? രസമുണ്ടോ? രസമില്ലേ? ഏടാ യമ്മിയാണോ? അല്ലേ? ചിക്കൻ വേണ്ട, ചിക്കൻ വേണ്ട. എത്തുന്നുണ്ടോ? വേണ്ട, എടുക്കട്ടെ. വേണ്ടല്ലോ. പിന്നെന്നാ അതിന് വേഗം ഫുഡ് കൊടുക്കട്ടെ. കുറേ സമയം ഇരുന്ന് കഴിഞ്ഞാൽ അവന് പിന്നെ മൂഡ് പോകും കഴിക്കാൻ്റെ. കഴിക്കാം. വേണ്ടേ? ചിക്കൻ വേണ്ട? എന്ത് ചോദിച്ചാൽ ഇപ്പം തലയാട്ടല്ല. വെള്ളം വേണോ? എടുത്തോ. ക്യാരറ്റ് എടുത്ത്. ക്യാരറ്റ്. ചിക്കനാണോ വേണ്ടേ? അത് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു യുദ്ധക്കളായിരിക്കും. അവൻ അപ്പം തന്നെ ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ തന്നെ അത് പിന്നീട് പെറുക്കി കഴിക്കും. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ആ സ്ഥലം ഒന്ന് ക്ലീൻ ചെയ്തു. ഏത് ഇരി എന്ത് കണ്ടല്ലോ, ഇരി ഇത് മാത്രം. ഏത് ഏത് എന്നാ എന്തോ എന്ത് ഏത് ഇതോ? അതെന്തുന്നാ? കടലയോ?
അതിനാ കടലെന്തിനാ ഒരു തലയാട്ടൽ പഠിച്ചു ഇന്നലെ, അതുകൊണ്ട് ഇതന്നെ. ഒരു ഉമ്മ തരുമോ അമ്മക്കൊരു ഉമ്മ തരുമോ? അതെന്ത് വർത്താനാണ് അത്? ഒരു ഉമ്മ തരുമോ? ചാട നമ്മൾ കുറച്ച് സമയം കിടക്കട്ടെ പറ ഗൈസ്. അങ്ങനെ വൈകുന്നേരമായി. ഞാൻ ആദ്യം കൊണ്ടുവന്ന് ടെറസിൽ പോകുന്നതാണ്. ലൈറ്റ് ഇടാനിട്ട് ലൈറ്റില്ലാത്ത കറണ്ട് ഇല്ലായിട്ടില്ല, ഇപ്പം ലൈറ്റ് ഉണ്ട്. വണ്ടി എടുത്തിട്ട് കുറേ ദിവസമായി വിചാരിക്കുന്ന അതിന് വണ്ടിയും കൊണ്ട് മുകളിൽ കയറിയിട്ട് വെറുതെ ഒന്ന് പുറത്തോട്ടെല്ലാം പോയിട്ട് വരണമെന്ന്. പക്ഷെ ഒന്നുകിൽ ഈ ടൈമിന് അവൻ ഉറങ്ങുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പണിയായിരിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്ന് കുഴപ്പമില്ല. പക്ഷേ ഈ വണ്ടി ഇങ്ങനെ മുകളിലെത്തിക്കുന്നതാണ് അടുത്ത ടാസ്ക്. കൂട്ടാനുള്ള ടൈമിന് ഞാൻ അധികം മുകളിൽ കൊണ്ടുപോകാറ്. നോക്കാം, എങ്ങനെയും കയറ്റാം. അങ്ങനെ ഞാൻ ശ്രമകരമായ ദൗത്യത്തിന് ശേഷം മുകളിലെത്തിച്ചിട്ടുണ്ട് സാധനം. ഇനി അതിനെ കൊണ്ട് റൈഡിന് പോട്ടെ. റൈഡ് ഇരിക്കാ. സെറ്റ്. മുകളിലെത്താനാകുമ്പോൾ ഓർമ്മ വന്നു അത് ക്യാപ്പ്, അങ്ങനെ ഓർമ്മ വന്നു. എന്നിട്ട് ക്യാപ്പ് എടുക്കാൻ മറന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വൈകുന്നേരമല്ലേ, കുറച്ച് വിറ്റാമിൻ ഡി കിട്ടട്ടെ, 4:30 ആയില്ലല്ലോ, ഡി കിട്ടട്ടെ വിചാരിച്ചു. ചെന്നൈയിൽ റൂം നോക്കുന്ന ടൈമിന് ഈ ഒരു ടെറസ് കണ്ടിട്ടായിരുന്നു ഞങ്ങൾ ഈ റൂം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ഭംഗിയായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ ആദ്യത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം. ഫുള്ള് വൈറ്റ് ആയിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ. അപ്പം ഞാൻ കൂടുതൽ സമയവും അന്നേരം ഒറ്റക്കാണല്ലോ, അതും ഇല്ലാത്ത സമയത്തല്ലേ. അപ്പം ഞാൻ മാക്സിമം ടെറസിൽ തന്നെ വന്നിരിക്കും. ഈവനിങ് ഇവിടെ കുറേ നടക്കാനൊക്കെ വരും. ഇപ്പോൾ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ട്, അവരൊക്കെ ടെറസാണ് അവർക്ക് മെയിനായിട്ട് ഇഷ്ടമുള്ളൊരു സ്ഥലം. അപ്പോൾ അങ്ങനെ ടെറസിൽ വന്നിരിക്കുകയും ഇവിടെ വന്നിട്ട് നൈറ്റൊക്കെ ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ വന്നിരുന്നാൽ നല്ല കാറ്റായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളൊരു ഫേവറേറ്റ് പ്ലേസാണ് ടെറസ്. പിന്നെ ഇവിടെ ദീപാവലി ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസ്റ്റിവൽ നടക്കുന്നതാണെങ്കിലും ടെറസിൽ വന്നിരുന്ന ഭയങ്കര നല്ല വ്യൂ ആയിരിക്കും. എല്ലായിടത്തും പടക്കമൊക്കെ പൊട്ടുന്നത് കണ്ടിട്ട് നല്ല ഒരു വൈബായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ ദീപാവലി വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ടെറസിലാണ് എല്ലാവരും ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുക, കാരണം ഇവിടെ താഴെ സ്പേസ് കുറവാണല്ലോ. അപ്പോൾ ഇത് ആദൂസിനെയും കൊണ്ട് ഏകദേശം നമ്മൾ ഒരു 4:30 ആകുമ്പോൾ അങ്ങനെ എത്തിയിട്ട് ഒരു 5:30 വരെ ഞാൻ അവിടെ നിന്ന് അവനെയും കൊണ്ട് ഇങ്ങനെ വണ്ടിയിൽ പോയി. അപ്പോൾ അവന് പുറത്തെ കാഴ്ചയൊക്കെ കാണാൻ നല്ല ഇതാണല്ലോ, നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നില്ലല്ലോ. അപ്പോൾ വിറ്റാമിൻ ഡിൻ്റെ ഒക്കെ നല്ല അഭാവം ഉണ്ടാവും. അതുകൊണ്ട് മാക്സിമം വെയിലൊക്കെ കൊള്ളുന്നത് നല്ലതാണല്ലോ ഈവനിങ്. അങ്ങനെ കുറേ സമയം അങ്ങനെ വണ്ടിയെടുത്ത് ഇതിലൂടെയൊക്കെ പോയി നടന്നു. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് താഴേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നെ ഈ വീഡിയോന് പിന്നെയും ലെങ്ത്ത് കൂട്ടുന്നില്ല, ഇപ്പം തന്നെ കുറേ സമയമായി. അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ നിർത്തുവാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബായ്.